അസ്സലാമലൈക്കും, വെൽക്കം ടു ലേറ്റീസ് ഡെലിക്കസീസ്. ആർക്കാണ് ചാറ്റ് ഇഷ്ടമില്ലാത്തതില്ലേ? അപ്പോൾ ഇന്നൊരു ചാറ്റായിട്ടാണ് മഷ്റൂം കൊണ്ടാണ്. ഞങ്ങൾ കാലാൻ എന്നാണ് പറയുക. മഷ്റൂമിന് ആവശ്യമുള്ള സാധനങ്ങൾ സവാള, ഗ്രീൻ ചില്ലി, കൊറിയാൻഡർ ലീവ്സ്, ക്യാരറ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഷ്റൂം, കോൺഫ്ലവർ, മൈദാപ്പൊടി. ആദ്യം ഒരു ബൗളിൽ കുറച്ച് ചില്ലി പൗഡർ, സോൾട്ട്, പിന്നെ ഞാനിവിടെ 4 സ്പൂണ് മൈദൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ചിട്ട് കേട്ടോ. നമ്മുടെ അടുത്ത് എത്രയാണ്, ചില ആൾക്കാർ മഷ്റൂമും ക്യാബേജും ഇടാറുണ്ട്. അതും നല്ല ടേസ്റ്റാണ്. ശരിക്കും റോഡ് സൈഡൊക്കെ അങ്ങനെയാണ് കിട്ടാറ്. ഞാൻ ഇവിടെ മഷ്റൂം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ മഷ്റൂം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഈ മസാല അതിലേക്ക് പിടിക്കുന്ന പോലെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇതിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ ഈ മിക്സാക്കിയ മഷ്റൂമിനെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് 2 സൈഡും ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് അതിന് ശേഷം ഞാനൊരു ചെറിയ ബൗളിൽ കുറച്ച് കോൺഫ്ലവർ പൊടി വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേറൊരു പാനിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത മഷ്റൂമിൻ്റെ എണ്ണയല്ലേ അത് തന്നെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില, പച്ചമുളക്, പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച ഓണിയന്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ടൊമാറ്റോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതിൻ്റെ പകരം ഒരു 3 സ്പൂണ് കെച്ചപ്പാണ് ഞാനിവിടെ ഇടുന്നത്. പിന്നെ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്, സോൾട്ട് ആവശ്യത്തിന്. പിന്നെ കുറച്ച് സ്പൈസിന് വേണ്ടിയിട്ട് അധികം ഇടണ്ട. നമ്മൾ ഓൾറെഡി മസാല മറ്റേ മഷ്റൂമിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാരണം കൊണ്ട് കുറച്ച് 1/4 സ്പൂണ് ഞാൻ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് ബോയിലായത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് മഷ്റൂം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മസാലയും ഇതെല്ലാം നല്ലോണം യോജിച്ചതിന് ശേഷം ഞാൻ നല്ലോണം ഉടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ആ മസാല മഷ്റൂമിൽ നല്ലോണം പിടിക്കത്തുള്ളൂ. അതിനുശേഷം ഞാൻ ലാസ്റ്റ് കോൺഫ്ലവറും കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ കുഴകുഴാന്നുള്ളൊരു ഗ്രേവി ആയിട്ട് ഇങ്ങനെ കിട്ടാനാണ്. അതും കൂടെ ഒഴിച്ചിട്ട് ഞാനിവിടെ നല്ലോണം ഒന്ന് ബോയിൽ ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ല അങ്ങനെ കുഴകുഴാന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ സെർവ് ചെയ്യാം. ഒരു ബൗളിൽ മാറ്റിയിട്ട് ആദ്യം കുറച്ച് ഓണിയൻ കട്ട് ചെയ്തത് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കൊറിയാൻഡർ ലീവ്സ് ചോപ്ഡ്, അതിന് ശേഷം ഗ്രേറ്റഡ് ക്യാരറ്റ്. ഇത് 3 ഇട്ടിട്ട് ഇതിൻ്റെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നല്ല ശരിക്കും ഒത്തൻറ്റിക് സ്ട്രീറ്റ് ഫുഡ് പോലെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും അപ്പോൾ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കും.